ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ബീഫ് കറിയാണ് കേട്ടോ. സവാള എല്ലാം ഇട്ടതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്ന ആരും ആലോചിച്ചത്. അതുകൊണ്ട് പിന്നെ പകുതി വെച്ച് ഇന്നത്തെ വീഡിയോ ഉള്ളു കേട്ടോ. ആദ്യം ഞാൻ അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേനും സവാള ഇട്ട് നല്ല മിക്സ് ചെയ്ത് കേട്ടോ. സവാള ഇട്ടതിന് ഒന്ന് വഴട്ടിയതിന് ശേഷമാണ് ഞാൻ ചുവന്നുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല മിക്സ് ചെയ്ത് നല്ല വഴട്ടിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് ആ സവാളയും എല്ലാം ഒന്ന് ബീഫിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കും. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ശകലം കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ അടച്ച് വെച്ച് വേവിച്ചു. അപ്പോഴത്തേക്ക് അത് വേവുമ്പോഴത്തേനും നമുക്ക് അപ്പുറത്തേക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി കറി മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മുളക് പൊടിയൊക്കെ ഇടുമ്പം സിമ്മിലിട്ടിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഞാൻ മുളക് പൊടി ഇട്ടതിന് ശേഷമാണ് കേട്ടോ ആലോചിക്കുന്നത് കരിയുന്നതിൻ്റെ കാര്യം. അതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ഇറക്കി വെച്ചെങ്കിലും കുറച്ച് കരിഞ്ഞു പോയി കേട്ടോ. അങ്ങനെ ഞാനതെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നല്ലൊരു മണം വരുന്നിടം വരെ നമ്മളത് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ അതിന് ശേഷം നമ്മൾ മസാല എടുത്ത് ബീഫ് കറിയിലേക്ക് വേവിച്ച് വെച്ച ബീഫിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയൊക്കെ ഇട്ട് സെറ്റാക്കി ഇനി നമുക്ക് എന്താണ് അതിൻ്റെ കൂടെ കഴിക്കുന്നത് അതിൻ്റെ കൂടെ കഴിച്ചാൽ മതി. ബീഫ് കറി റെഡി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.